കടുംകെട്ടുകളുടെ ചുരം വളവുകളെ ഓട്ടോമാറ്റിക് കാറിന്റെ അനായാസത വെച്ച് പതുക്കെ അഴിച്ച് പാവങ്ങളുടെ ഊട്ടിയിലേക്കുള്ള യാത്ര. ഞാനും ഭാര്യയും 2 പെൺമക്കളും ചേർന്ന് ചാലക്കുടിയിൽ നിന്ന് മണ്ണുത്തി, വാളയാർ, കോയമ്പത്തൂർ, സേലം വഴി ഏർക്കാട്ടേക്ക് പുറപ്പെട്ടു. ഞങ്ങളുടെ സിട്രോൺ EC3 എന്ന ഇലക്ട്രിക് കാറിലായിരുന്നു യാത്ര. ഏകദേശം 350 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയ്ക്ക് ഏതാണ്ട് 7.5 മണിക്കൂർ സമയമെടുത്തു. അതിൽ വണ്ടി ചാർജ് ചെയ്യാനെടുത്ത സമയവും ഉൾപ്പെടും. മികച്ച റോഡുകളായിരുന്നതിനാൽ യാത്രാക്ലേശം തീരെ ഉണ്ടായിരുന്നില്ല. യാത്രയിലെ പ്രധാന ആകർഷണം ഏർക്കാട്ടേക്ക് കയറാനുള്ള ചുരം തന്നെയായിരുന്നു. 20 ഹെയർ പിന്നുകൾ നിറഞ്ഞ ചുരവും അതിമനോഹരമായ ഭൂവിഭാഗങ്ങളും യാത്രയുടെ ബോറടി മാറ്റും. മികച്ച 2 വരി പാതയായതിനാൽ ചുരം കയറുന്നതിന് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എങ്കിലും സമയവും കാലവും നോക്കാതെ പ്രത്യക്ഷപ്പെടുന്ന കോടയിൽപ്പെട്ടാൽ വലഞ്ഞത് തന്നെ. ഊട്ടിയുടെയോ കൊടൈക്കനാലിൻ്റെയോ തിരക്ക് അനുഭവപ്പെട്ടില്ലെങ്കിലും സാമാന്യത്തിലധികം ജനങ്ങൾ അങ്ങോട്ടെത്തുന്നുണ്ടെന്ന് നഗരഹൃദയത്തിലേക്ക് ചെന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. മുറിയിൽ ചെന്നൊന്ന് ഫ്രഷായി കുറച്ചുനേരം വിശ്രമിച്ച ശേഷം ഞങ്ങൾ പതുക്കെ കാഴ്ചകൾ കാണാനിറങ്ങി. ആദ്യം പോയത് പഗോഡ പോയിന്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യൂ പോയിന്റിലേക്കാണ്. വളരെ അകലേക്കുള്ള കാഴ്ചകൾ ഈ വ്യൂ പോയിന്റിൽ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഞങ്ങൾ സന്ദർശിച്ച ദിവസം മഴയും മൂടൽമഞ്ഞും കാരണം കാഴ്ചകൾ പരിമിതമായിരുന്നു. കൂടാതെ സ്ഥലത്തിന്റെ പരിസരം അത്ര വൃത്തിയുള്ളതായും ഫീൽ ചെയ്തില്ല. എയർ ഗൺ ഉപയോഗിച്ച് ബലൂൺ പൊട്ടിക്കുന്ന കളികളും വിവിധങ്ങളായ ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്ന കടകളും അവിടെ ധാരാളം ഉണ്ടായിരുന്നു. വിവരഫലകങ്ങളുടെ അഭാവവും അനധികൃത കടകളും പാർക്കിങ്ങിനുള്ള സൗകര്യക്കുറവും സ്ഥലത്തിന്റെ ശാന്തതയെ ബാധിച്ചിരുന്നു. വാഹനം പാർക്ക് ചെയ്യാൻ കൃത്യമായൊരു സംവിധാനമില്ല എന്നത് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. അന്ന് വൈകുന്നേരം ഞങ്ങൾ സ്കൈ പാർക്ക് എന്ന വിശാലമായ അഡ്വഞ്ചർ പാർക്ക് സന്ദർശിച്ചു. രാത്രി പാർക്കിന് ഓരോ വ്യക്തിക്കും 500 രൂപ വീതമാണ് ചാർജ് ചെയ്തതെങ്കിലും അതിന് പൂർണ്ണമായ മൂല്യമുണ്ടായിരുന്നു. സ്കൈ സൈക്ലിംഗ്, ബഞ്ചി ജമ്പിംഗ് തുടങ്ങിയ സാഹസിക വിനോദങ്ങൾ വൈകുന്നേരം 5:30 ആകുമ്പോഴേക്കും അവസാനിപ്പിക്കും. 6:30 മുതലാണ് നൈറ്റ് പാർക്കിലെ വിനോദങ്ങൾ ആരംഭിക്കുക. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവിന്യാസങ്ങളിലൂടെയാണ് നൈറ്റ് പാർക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുക. വിവിധ വർണ്ണങ്ങളിലുള്ള സീരിയൽ സെറ്റുകൾ അലങ്കരിക്കുന്ന കമാനങ്ങളിലൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് കിടക്കുക. പോകുന്ന വഴിയിൽ അലങ്കരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന രസകരമായ അലങ്കാര വെട്ടങ്ങളും അതിനിടയിലൂടെയുള്ള ചാറ്റൽ മഴയും രസകരമായ ഒരു പ്രത്യേക അന്തരീക്ഷം തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫോട്ടോ എടുക്കാനുള്ള നിരവധി സെറ്റപ്പുകൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പല വർണ്ണങ്ങളിൽ തിളങ്ങുന്ന മരങ്ങളും പടുകൂറ്റൻ ഗൊറില്ലയും ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്ന പഴയ സ്കൂട്ടറും രസകരമായി അലങ്കരിച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങളുമെല്ലാം സുഖകരമായ ഒരു അനുഭൂതി സൃഷ്ടിക്കും. ഏറ്റവും പ്രമാദമായി ബ്രോഷറുകളിലും മറ്റും വിവരിച്ചിരിക്കുന്ന ലേസർ ഷോ കാണാനാണ് ഞങ്ങൾ ആദ്യം പോയത്. മരങ്ങൾക്കിടയിലൂടെ ജെയിംസ് ബോണ്ട് സംഗീതത്തിന്റെ അകമ്പടിയിൽ ലേസർ ഒരുക്കുന്ന മനോഹര ദൃശ്യങ്ങൾ നേരിൽ കാണുമ്പോഴാണ് അതിന്റെ പൂർണ്ണത. ലേസർ ഷോയ്ക്ക് ശേഷം ഞങ്ങളൊരു അത്ഭുത ലോകത്തേക്കാണ് പോയത്. 100-ലധികം പക്ഷിമൃഗാദികളെ കൊത്തിവച്ചിരിക്കുന്ന ഒരു വൃക്ഷച്ചുവട്ടിലേക്ക് ഞങ്ങൾ ചെന്നു. മനോഹരമായ രാത്രിയിൽ ഏറെ കാഴ്ചകൾ അവിടെ പിന്നെയും ഉണ്ടായിരുന്നു. തിരികെ മരത്തടികൾ കൊണ്ട് തീർത്തിരിക്കുന്ന ഒരു നെടുനീളൻ പാലത്തിലൂടെ നടന്നാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. പടുകൂറ്റൻ വൃക്ഷങ്ങളുടെ താങ്ങിലാണ് ആ പാലം നിൽക്കുന്നത്. സാഹസികതയും ആവേശവുമെല്ലാം ചേരുന്ന ഈ അനുഭവവും ഗംഭീരമാണ്. ഇവിടെ നിന്ന് മിസ്റ്ററി ടണലിലേക്കാണ് നിങ്ങൾ എത്തുക. പലതരം വെളിച്ചങ്ങളും അലങ്കാരങ്ങളും പെയിന്റിങ്ങുകളും ഒക്കെയായി സ്ഥലകാല വിഭ്രമം ജനിപ്പിക്കുന്ന ഒന്നാണ് മിസ്റ്ററി ടണൽ. ഇതിനോട് ചേർന്ന് വലിയൊരു അക്വേറിയവും സജ്ജമാക്കിയിട്ടുണ്ട്. തലയ്ക്ക് മുകളിലൂടെ മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്ന കാഴ്ചകൾ അത്ര പുതിയതല്ലെങ്കിലും ഉന്മേഷം നൽകുന്നതാണ്. പേടിക്കാനും പേടിപ്പിക്കാനും പേടി ആസ്വദിക്കാനും ഇഷ്ടമുള്ളവർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഹൊറർ ഹൗസും മികച്ചതാണ്. തൊട്ടു പിന്നാലെ ഒരു കറങ്ങുന്ന ചേംബറിലൂടെയുള്ള നടത്തവും ഹരം കൊള്ളിക്കുന്ന സംഭവങ്ങളാണ് സ്കൈ പാർക്കിലുള്ളത്.